കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്ന ഈ വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. നമ്മൾ മലയാളികൾക്ക് വളരെ പരിചയമുള്ളൊരു പദമാണ് സിറിയൻ ക്രിസ്ത്യൻസ്, സുറിയാനി ക്രിസ്ത്യാനികൾ. വളരെ അഭിമാനത്തോടെ പറയാറുണ്ട്, ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സുറിയാനിയാണോ എന്ന് ചോദിക്കും അല്ലേ. ഓക്കെ, ഈ സുറിയാനി ക്രിസ്ത്യാനികളെക്കുറിച്ച് വേദപുസ്തകം എന്ത് പറയുന്നു, ഇവരുടെ ഉത്ഭവം എങ്ങനെയാണ് എന്നാണ് നമ്മളിന്ന് പഠിക്കുവാൻ പോകുന്നത്. സിറിയൻ ക്രിസ്ത്യൻസ് കേട്ടിട്ടുണ്ടോ? എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സിറിയൻ ക്രിസ്ത്യൻസ് വളരെ അഭിമാനത്തോടെ പറയും. ഇത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം, വി സിറിയൻ ക്രിസ്ത്യൻസ് നമ്മൾ സിറിയൻ ക്രിസ്ത്യാനികളെ പോലെ ആണോ എന്ന് നോക്കാം. ഓക്കെ, കർത്താവായ യേശു തൻ്റെ സ്വർഗാരോഹണത്തിനു മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരുശലേമിൽ, യഹൂദ്യയിൽ, ശമരിയയിൽ, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാം തന്നെ യഹൂദന്മാരായിരുന്നു. അവർക്ക് ആ യഹൂദന്മാരോടുണ്ടായിരുന്ന ആ പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. യേശു അതൊക്കെ പറഞ്ഞെങ്കിലും അവർ സുവിശേഷം ആരോട് തന്നെ പറഞ്ഞുകൊണ്ടുവരുന്നെന്നറിയാമോ? യഹൂദന്മാരോട് തന്നെ അറിയിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് യെരുശലേം കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഉണ്ടായ സഭ നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നു, യെരുശലേം സഭ. അതിൽ ഭൂരിഭാഗവും യഹൂദന്മാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നാൽ യഹൂദന്മാരല്ലാത്ത പുറത്തുള്ള എല്ലാവരെയും, ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരെയാണേലും അവർ ജാതികൾ എന്നാണ് സംബോധന ചെയ്യുന്നത്. അങ്ങനെ പുറത്തുള്ള യെഹൂദന്മാരല്ലാത്ത ആളുകളുടെ ആദ്യത്തെ സഭയാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന അന്ത്യോക്യ സഭ. ഒന്ന് പറഞ്ഞേ, അന്ത്യോക്യ സഭ. യെരുശലേം സഭ ആദ്യത്തെ സഭ, ജാതികളുടെ ആദ്യത്തെ സഭയാണ് അന്ത്യോക്യ സഭ. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിലാണ് നമ്മൾ ഈ അന്ത്യോക്യ സഭയെക്കുറിച്ച് കാണുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഈ അന്ത്യോക്യ എവിടെയായിരുന്നു, അന്ത്യോക്യയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അന്ത്യോക്യ മാപ്പ്. ഓക്കെ, അന്ത്യോക്യ എന്ന് പറയുന്ന പലസ്തീനടുത്ത് തന്നെയുള്ള സിറിയയിലെ, നമ്മൾ പറയുന്ന സിറിയയിലെ ഒരു പട്ടണമായിരുന്നു അന്ത്യോക്യ. ഓക്കെ, സിറിയയിലെ ഒരു പട്ടണമായിരുന്നു അന്ത്യോക്യ. അപ്പം സിറിയയിലെ അന്ത്യോക്യയിലുണ്ടായ സഭയായിരുന്നു ആദ്യ പുറജാതി ക്രിസ്തീയ സഭ. അന്ത്യോക്യ സഭ, സിറിയാനി സഭ എന്ന് പറയാം, അന്ത്യോക്യ സഭ. ഓക്കെ, ഇനി ഈ അന്ത്യോക്യ പട്ടണത്തെക്കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അന്ത്യോക്യ പട്ടണം 2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു പട്ടണമാണെന്ന് ചിന്തിക്കരുത്. വളരെ പുരോഗമനം പ്രാപിച്ച, ഇറ്റ് വാസ് എ കോസ്മോപൊളിറ്റൻ സിറ്റി. ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി ആയിരുന്നു. അതായത് പല ഗ്രൂപ്പിലുള്ള ആൾക്കാർ, റോമാക്കാർ, ഗ്രീക്കുകാർ, യഹൂദന്മാർ, കുറേനക്കാർ, വേണ്ട അങ്ങനെ പല ജാതി മതസ്ഥരായിട്ടുള്ളവർ കുടിയേറി പാർത്ത, പ്രധാനമായും ഗ്രീക്കുകാരുള്ള ഒരു പട്ടണമായിരുന്നു ഇത്. ഇതൊരു വ്യവസായ വാണിജ്യ കേന്ദ്രമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിലെ 3ാമത്തെ പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു. നമ്മുടെ ബോംബെ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ഒരു കോസ്മോപൊളിറ്റൻ നഗരം, ബിസിനസ് ഉണ്ട്, വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം. അതുമാത്രമല്ല വലിയ വലിയ ഓഫീസുകൾ, കുതിരപ്പന്തയത്തിനുള്ള സ്ഥലങ്ങൾ. നിങ്ങളിൽ ബെൻഹർ എന്ന് പറഞ്ഞിട്ടുള്ളവർ ആ മൂവി കണ്ടിട്ടുള്ളവർക്കറിയാം. ലീ വാലസ് തൻ്റെ ആ പ്രസിദ്ധമായ നോവലിൽ ഒരു കുതിരയോട്ട മത്സരം കാണിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത് അന്ത്യോക്യയിലുള്ള ആ കുതിരയോട്ട സ്റ്റേഡിയം ആണ് പശ്ചാത്തലമാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയ ഒരു പ്രധാന നഗരമായിരുന്നു അന്ത്യോക്യ പട്ടണം എന്ന് പറയുന്നത്. ഇത് ഏത് സ്ഥലത്താണ് ഉള്ളത്? സിറിയയിലെ അന്ത്യോക്യയിൽ. ഓക്കെ, ഇവിടെ ഇത്രയും വലിയൊരു പ്രധാനപ്പെട്ട പട്ടണത്തിൽ കൊട്ടും കൊരവയൊന്നും ഇല്ലാതെ ചുരുക്കം ചില ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ സുവിശേഷവുമായിട്ട്, യേശുവിൻ്റെ നിർമ്മല സുവിശേഷവുമായിട്ട് വന്ന് പതിയെ ആരംഭിച്ച ഒരു സഭയാണ് അന്ത്യോക്യയിലെ സഭ. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് ആദ്യമായി ഒരു പേര് വിളിച്ചു അന്ത്യോക്യക്കാർ. ആ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ന് അഭിമാനത്തോടെ പറയുന്ന പേര്. എന്താ അത്? ക്രിസ്ത്യാനി. അന്ത്യോക്യക്കാർ വിളിച്ചതാണ്, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു, ഇവർ ക്രിസ്ത്യാനികൾ, സിറിയൻ ക്രിസ്ത്യൻസ് എന്ന പേര് ഇവിടെ വെച്ച് അവർക്ക് ആദ്യമായിട്ട് ലഭിച്ചു. എങ്ങനെയാണ് ഈ അന്ത്യോക്യയിൽ സഭയുണ്ടായതെന്ന് നമുക്ക് നോക്കാം. യെരുശലേമിൽ മാത്രമായിരുന്നു ആദ്യത്തെ സഭ എന്ന് ഞാൻ പറഞ്ഞു. അവിടെ എല്ലാവരും വളരെ സന്തോഷമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നല്ല ആരാധനയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്. അവർ വളരെ സ്നേഹവും സന്തോഷവും ഉണ്ടായിരുന്ന സഭയായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു പീഡ പുറപ്പെട്ടത്. അതായത് അവരെ വളരെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. ആ പീഡകൾക്കെല്ലാം നേതൃത്വം നൽകിയ ഒരു മനുഷ്യനെക്കുറിച്ചും
നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശൗൽ എന്നായിരുന്നു. ശൗല് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ വീടുതോറും കയറിയിറങ്ങി പീഡിപ്പിക്കുകയും അവർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി സ്ത്രീകളെയും പുരുഷന്മാരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് യെരുശലേമിൽ താമസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തു ശിഷ്യന്മാർ അവിടെ താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് യെരുശലേം വിട്ട് ആ പരിസരങ്ങൾ വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് പോകാൻ തുടങ്ങി. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലത്തോട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇറാഖിൽ പീഡനം നടക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? അവിടെയുള്ള ക്രിസ്ത്യൻസ്, കുർദികൾ, ഇങ്ങനത്തെയുള്ളവരൊക്കെ പല രാജ്യങ്ങളിലേക്കും അവർ അഭയാർത്ഥികളായിട്ട് പോകാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ യെരുശലേമിൽ ഉണ്ടായിരുന്ന കുറേ വിശ്വാസികൾ അഭയാർത്ഥികളായിട്ട് പലായനം ചെയ്ത് വന്ന സ്ഥലമായിരുന്നു ഏത്? അന്ത്യോക്യ എന്ന് പറയുന്നത്. അവരൊരു റെഫ്യൂജീസ് പോലെ. നിങ്ങൾ അവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. അഭയാർത്ഥികളായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് വലിയ ഗമയിലായിരിക്കുമോ ചെല്ലുന്നത്? ഉടുത്ത വസ്ത്രമേ കാണുകയുള്ളൂ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവരുടെ കൈ കാണും. അങ്ങനെ അവർ ഈ സ്ഥലത്ത് വന്ന് എവിടെ? ആ വലിയ പട്ടണത്തിൽ അന്ത്യോക്യയിൽ വന്ന് കയറി. നമ്മളൊരു കാര്യം കൂടി ഓർക്കണം, അപ്പോസ്തലന്മാരാരും യെരുശലേം വിട്ടില്ലായിരുന്നു. അന്ത്യോക്യയിൽ വന്ന് കയറിയത് സാധാരണ വിശ്വാസികൾ, ആ സഭയിൽ കൂടിക്കൊണ്ടിരുന്ന വിശ്വാസികളാണ് വന്ന് കയറിയത്. എന്നാൽ അവരിൽ കൂടെ എന്താ ദൈവം ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 11:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ. സ്തെഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ അവർ ചിതറിപ്പോയ സ്ഥലങ്ങളാണ്. ഫൊയ്നീക്യ, കുപ്രോസ്, സൈപ്രസ് ദ്വീപുകൾ, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിലും സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കാരും കുറേനക്കാരും ആയിരുന്നു. ചിലർ കുപ്രോസുകാരും കുറേനക്കാരുമായിരുന്നു. അത് ഞാൻ എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ആദ്യത്തെ ഗ്രൂപ്പ് യഹൂദന്മാരോട് മാത്രം സുവിശേഷീകരിച്ചു. എന്നാൽ ഈ കുപ്രോസുകാരും കുറേനക്കാരും എന്ത് ചെയ്തെന്നറിയാമോ? എത്തിയ ശേഷം ആ വാക്യത്തിൽ എന്താ കാണുന്നത്? യവനന്മാരോട്, അതായത് ഗ്രീക്കുകാർ, യവനന്മാരെന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരോട് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അന്ത്യോക്യയിൽ വന്ന ഈ അഭയാർത്ഥികളായി വന്ന ക്രിസ്തു ശിഷ്യന്മാർ പതിയെ പതിയെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ഗ്രീക്കുകാരോട് ഇവർ സുവിശേഷം, യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. 21 വാക്യം. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. നമ്മുടെ ബൈബിളിനെ കുറിച്ചുള്ള അറിവോ അല്ലെങ്കിൽ വാക്ചാതുര്യമോ ഒന്നുമല്ല ഒരാളെ വിശ്വാസത്തിലേക്ക് നടത്തുന്നത്. ഇവർ സാധാരണ വിശ്വാസികളായിരുന്നു. തത്വജ്ഞാനികളായ ഗ്രീക്കുകാരുടെ മുമ്പിൽ ഇവർ വലിയ അറിവൊന്നുമില്ലാത്ത സാധാരണ മനുഷ്യർ. എന്നാൽ ഇവർ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയാൻ തുടങ്ങിയപ്പം പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. എവിടെ? അന്ത്യോക്യയിൽ വലിയൊരു കൂട്ടം, മെയിൻലി യവനന്മാർ, ഗ്രീക്കുകാർ കർത്താവിങ്കലേക്ക് തിരിഞ്ഞു വരുവാനിടയായി. ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ വലിയ നഗരത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ കൊച്ചുകൂട്ടം എന്ത് ചെയ്യാൻ? ഇവിടെ വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്, വലിയ വലിയ പഠിത്തക്കാരുണ്ട്, നമ്മൾ ഇവരോടൊക്കെ എങ്ങനെ കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞ് ഇവരെല്ലാം വിശ്വാസത്തിലേക്ക് കൊണ്ടുവരും? എന്നാൽ പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവോ നമ്മുടെ സാമർഥ്യമോ നമ്മുടെ ഒന്നുമല്ല. എന്നാൽ കർത്താവിൻ്റെ കൈ പ്രവർത്തിച്ചാൽ വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിയുവാനിടയാകും. ഹല്ലേലൂയ, ആമേൻ. ഓക്കെ. അന്ത്യോക്യയിൽ അങ്ങനെ ഒരു ഇത് സംഭവിച്ചു. ഒരു കാര്യം കൂടെ ഓർക്കണേ. യെരുശലേമിൽ യഹൂദന്മാരോട്, അതായത് യഹോവയായ ദൈവത്തെ അടുത്തറിയാമെന്ന് പറയുന്ന അവരോട് സുവിശേഷം പറഞ്ഞപ്പോൾ അവർ യേശുവിനെ, അവൻ്റെ ക്രൂശിനെ നിരസിച്ചു കളഞ്ഞപ്പോൾ അന്ത്യോക്യയിൽ ഉണ്ടായിരുന്ന ഗ്രീക്കുകാർ, യവനന്മാർ, തത്വജ്ഞാനമാണ് എല്ലാം ജീവിതത്തിൽ നിന്ന് വിചാരിച്ചവർ, അപ്പോളോ ദേവനെയും ജൂപ്പിറ്ററിനെയും ആരാധിച്ചവർ, അസന്മാർഗതയുടെ കൂടായിരുന്നവർ, ആ ഓടയിൽ കിടന്നവർ വിശ്വസിച്ച് കർത്താവിനെ സ്വീകരിക്കുവാനിടയായി. ഒരുപക്ഷെ നാം വിചാരിക്കുന്ന ആളുകളായിരിക്കില്ല, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും സുവിശേഷത്തിന് റെസ്പോണ്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. അങ്ങനെ അന്ത്യോക്യയിൽ വലിയൊരു കൂട്ടം വിശ്വാസികളുണ്ടായി. കഴിഞ്ഞ ആഴ്ചത്തെ പാസ്റ്ററിൻ്റെ മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരും. ഒരു സ്ട്രോങ് ലോക്കൽ ചർച്ച് ഉണ്ടാകുവാൻ ആദ്യം വേണ്ടത് എന്താണെന്നറിയാമോ? കുറേ വിശ്വാസികൾ മതിയോ?
ഓക്കെ, അവിടെ എന്ത് വേണം? ഒരു നല്ല ലീഡർഷിപ്പ് വേണം. ഓക്കെ, ഇവർ ഇങ്ങനെ വിശ്വാസികൾ ആയി എന്നുള്ള കാര്യം യെരുശലേമിലെ സഭയും അറിയുവാനിടയായി. ഓക്കെ, നമ്മൾ അതിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ അന്ത്യോക്യ സഭയിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞു. ഓക്കെ, ഈ 11-ാം അധ്യായത്തിന് ശേഷം ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 13:1 പറയുന്നത്. നമ്മൾക്കതൊന്ന് വായിച്ചു നോക്കാം. അപ്പോഴത്തേക്ക് ഈ സഭ വളർന്നു, കുറച്ച് ലീഡേഴ്സൊക്കെ അവിടെ ഉണ്ട്. അതൊരു വലിയ കൂട്ടമായിട്ട് വളർന്നു കഴിഞ്ഞു. അന്ത്യോക്യയിലെ ക്രിസ്ത്യാനികൾ, ഓക്കെ, അസിറിയയിലെ ക്രിസ്ത്യാനികൾ, ഓക്കെ, അവരെക്കുറിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പ്രത്യേകിച്ച് ഈ വാക്യമായിരിക്കും നമ്മൾ ഇന്നത്തെ മെസ്സേജിൻ്റെ അടിസ്ഥാനമായിട്ട് എടുക്കാൻ പോകുന്നത്. ഇവിടെ 5 പേരുകൾ പറയും, നിങ്ങൾ അത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. ഞാനൊന്ന് വായിക്കാം, നിങ്ങൾ ഈ പേരുകൾ പഠിക്കുവാൻ ശ്രമിക്കുക. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ് ഒന്നാമത്തേത്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് വായിച്ചാൽ ആകെ പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നാൽ ഈ മെസ്സേജ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അവരെക്കുറിച്ച് പഠിച്ചിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം ആരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന 5 പേർ. ഒന്ന് പറയാൻ ശ്രമിച്ചു നോക്കി. സ്ലൈഡ്സ്. ഒന്നാമത്തേത് ബർന്നബാസ്. ഓക്കെ, രണ്ടാമത്തേത് നിങ്ങൾ നോക്കി പറഞ്ഞാൽ മതി, നിങ്ങളുടെ ബൈബിൾ നോക്കി പറയുക. സിമെയോൻ ദ നിഗർ. ഓക്കെ, നീഗർ എന്ന് വിളിക്കപ്പെട്ട ഷീമോൻ. മൂന്നാമത്തേത് ലുക്യസ് ഓഫ് സൈറീൻ, കുറേനക്കാരനായ ലുക്കിയോസ്. ഓക്കെ, അടുത്തത് മനായേൻ, മലയാളത്തിൽ മനായേൽ എന്നാണ് കാണുന്നത്, മനായേൽ. അടുത്തത് ശൗൽ. ഓക്കെ, നമ്മൾ പൗലോസ് അപ്പോസ്തലൻ എന്നും പറയാം, ശൗൽ. അപ്പോൾ 5 പേര്. ഒരു പ്രാവശ്യം കൂടെ നോക്കാം, ഒരു പ്രാവശ്യം കൂടെ. ബർന്നബാസ് തൊട്ടിട്ടോ പഠിച്ചു നോക്കി. ബർന്നബാസ്, സിമെയോൻ ദ നീഗർ എന്ന പേരുള്ള ഷിമെയോൻ, ലുക്യോസ് ഓഫ് സൈറീൻ, ലുക്യോസ് കുറേനക്കാരനായ ലുക്യോസ്, മനായേൽ എന്ന് പറയാം, ശൗൽ അല്ലെങ്കിൽ പൗലോസ്. ഓക്കെ, നമ്മളിവരെ ഓരോരുത്തരെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഇവരെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനോടൊപ്പം സിറിയൻ ക്രിസ്ത്യൻ ചർച്ച് അല്ലെങ്കിൽ അന്ത്യോക്യ സഭയുടെ ആ വളർച്ചയെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നതായിരിക്കും. നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ വ്യക്തി ആരായിരുന്നു? അത് ബർന്നബാസ്. എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരാണ് ബർന്നബാസ്. നല്ല പേരല്ലേ? ഓക്കെ, നമുക്ക് ഈ ബർന്നബാസിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 36-ാം വാക്യത്തിലാണ്. നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ബർന്നബാസിനെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മായ. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പസ്തോലന്മാർ മറുപേർ വിളിച്ച കുപ്രോസ് ദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റു പണം കൊണ്ടുവന്ന് അപ്പസ്തോലന്മാരുടെ കാൽക്കൽ വെച്ചു. മതി. ഓക്കെ, നമ്മൾ ബർന്നബാസിനെ കുറിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. എവിടുത്തുകാരനായിരുന്നു? ഓക്കെ, ഇനി ആരും ചോദിക്കാം, ബർന്നബാസിന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു? യോസെഫ്. എന്താ പേര്? യോസെഫ് എന്ന പേര്. എവിടുത്തുകാരനായിരുന്നു? കുപ്രോസ് ദ്വീപുകാരൻ. സൈപ്രസ് ഐലൻഡ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് യഹൂദന്മാർ, പണ്ട് കാലത്തല്ല, അത് കുറേ നൂറ്റാണ്ടുകൾ സംഭവിച്ച കാര്യം, യഹൂദന്മാർ പീഡകൾ മുഖാന്തരമൊക്കെ ആയിട്ട് പല നാടുകളിലേക്കും കുടിയേറി പാർത്തിരുന്നു. അങ്ങനെ കുപ്രോസ് ദ്വീപിൽ അല്ലെങ്കിൽ സൈപ്രസ് ഐലൻഡ്സിൽ കുടിയേറി പാർത്ത ഒരു യഹൂദ കുടുംബത്തിലെ അംഗമായിരുന്നു ഈ യോസെഫ് എന്ന് പറയുന്ന ആൾ. അപ്പം എവിടുത്തുകാരനാ? കുപ്രോസ് ദ്വീപുകാരനായ യോസെഫിനെ കുറിച്ച് നമുക്കൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഹി വാസ് എ ലീവൈറ്റ്, ലേവ്യനായിരുന്നു. ലേവ്യർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം യഹൂദന്മാരുടെ ഇടയിൽ വേർതിരിക്കപ്പെട്ട ഒരു ഗോത്രമാണത്. അതായത് പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി വേർതിരിപ്പിക്കപ്പെട്ട ഗ്രൂപ്പ്. ഈ ലേവ്യന്മാരുടെ ഇടയിൽ നിന്നാണ് പുരോഹിതന്മാർ എഴുന്നേറ്റ് വരുന്നത്. എല്ലാ ലേവ്യന്മാരും പുരോഹിതരാവത്തില്ല, അതിൽ ചിലരാണ് പുരോഹിതന്മാരും മഹാപുരോഹിതനുമൊക്കെ ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളവരെ ലേവ്യരെന്ന് വിളിക്കും. അവരെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരോഹിതന്മാരെ അസിസ്റ്റ് ചെയ്യുന്നവർ. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം, അച്ഛനും കപ്പിയാരും പോലെ, അതുപോലെ അല്ല കേട്ടോ, എന്നാലും അതുപോലെ. ഓക്കെ, പുരോഹിതന്മാരും ലേവ്യന്മാരും. ഓക്കെ, പൗരോഹിത്യ ശുശ്രൂഷകളിൽ സഹായിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരു ഗ്രൂപ്പിലുള്ള ആളാണ് ആര്? ഈ യോസെഫ്. ഓക്കെ, നമ്മൾ കാര്യങ്ങൾ കണ്ടു, 3 കാര്യം കണ്ടു. എന്താ?
കുപ്രോസ് ദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച. മറുപേർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വേറൊരു പേര് കൊടുക്കുക. നമ്മൾ സ്നേഹം കുടുംബ ചെല്ല പേര് വിളിക്കത്തില്ലേ, ഇഷ്ടമുള്ളവരെയൊക്കെ കുട്ടാ ചക്കരക്കുട്ട എന്നൊക്കെ വിളിക്കുന്ന പോലെ അങ്ങനെ വിളിച്ച്. ഓക്കെ, ഗാന്ധിക്ക് കൊടുത്തൊരു പേരാണ് മഹാത്മാ ഗാന്ധി എന്ന് പറഞ്ഞതുപോലെ ഈ കുപ്രോസ് ദ്വീപുകാരനായ യോസേഫ് കുറച്ച് നാളായി യെരുശലേം സഭയിലുണ്ട്. പക്ഷേ ഈ യോസേഫിന് കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോസ്തലന്മാർ നോക്കിയപ്പോഴത്തേക്ക് എന്ത് നല്ലൊരു മനുഷ്യൻ, ആരെങ്കിലും ഒന്ന് വിഷമിച്ചിരിക്കുന്ന കണ്ട ഓടി വന്നൊന്ന് ആശ്വസിപ്പിക്കും. ആരെങ്കിലും ഇച്ചിരി ഡൗൺ ആയിട്ടിരിക്കുന്നതെന്ന് കണ്ടാൽ അവരെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കും. ആരെങ്കിലും ഇത്തിരി മടി പിടിച്ച് കണ്ടാൽ സാരമില്ല സഹോദര, എഴുന്നേക്ക്, നമുക്ക് കർത്താവ് കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന, എല്ലാവരെയും കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പം, ഈ കുപ്രോസ് ദ്വീപുകാരനായ യോസഫിനെ കണ്ടപ്പം അപ്പോസ്തലന്മാർക്ക് ഭയങ്കര സന്തോഷം. അവരൊരു പേര് കൊടുത്തു. അപ്പോസ്തലന്മാർ മറുപേര് വിളിച്ച്. എന്താ പേര് കൊടുത്ത്? ബർന്നബാസ്. അപ്പോസ്തലന്മാർ കൊടുത്ത പേര്. യഥാർത്ഥത്തിൽ അത് കുപ്രോസുകാരനായ യോസേഫാണ്. ആ പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദി എൻകറേജർ, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവൻ, പ്രബോധനപുത്രൻ, ആശ്വാസപുത്രൻ എന്നൊക്കെ പറയാം. അതായത് ഒരു പ്രത്യേക ക്രിസ്ത്യൻ ക്വാളിറ്റി അതല്ലേ. പലപ്പോഴും ആളുകൾ എന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ എങ്ങനെയും ഒന്ന് വേദനിപ്പിക്കാനാണ് നോക്കുന്നത്. നമ്മൾ കയറി പോകുമ്പോൾ മറ്റുള്ളവനെ താഴ്ത്തി ഇടാനായിട്ടാണ് നോക്കുന്നത്. പക്ഷേ ഈ ബർന്നബാസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവർ. ആർക്കെങ്കിലും ഇത്തിരി വിഷമം ഉണ്ടെങ്കിൽ ബർന്നബാസിൻ്റെ അടുക്ക ഒന്ന് ഇരുന്നാൽ മതി. അവരെ പൊക്കിയെടുത്തൊന്ന് സന്തോഷിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു പ്രത്യേക ദൈവകൃപ, ഒരു ക്രിസ്ത്യൻ വേർച്യു. അത് നമ്മളെല്ലാവരും തീരുമാനിക്കണം. എൻ്റെ അടുക്കൽ വരുന്നവന് ഞാനൊരു പ്രബോധനപുത്രനായിരിക്കും, ഒരു ആശ്വാസമായിരിക്കും, അവരെ ഞാനൊന്ന് എൻകറേജ് ചെയ്ത് വിടുമെന്ന് എത്ര പേര് തീരുമാനിക്കും? ബർന്നബാസ് ദി എൻകറേജർ. ഓക്കെ, ഈ ബർന്നബാസിനെ കുറിച്ച് ലേവ്യനായിരുന്നു. പക്ഷെ ഏതോ ഒരു സാഹചര്യത്തിൽ ബർന്നബാസ് ആരെ കണ്ടുമുട്ടി? മഹാപുരോഹിതനായ യേശുവിനെ കണ്ടുമുട്ടി. ഹല്ലേലൂയ, യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ ലേവ്യൻ കണ്ടുമുട്ടി. തൻ്റെ പൗരോഹിത്യം ഇതൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തെന്നറിയാം? ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. മെഷിഹായെ കണ്ടുമുട്ടി. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ തൻ്റെ ആ പദവികൾ, ലേവ്യ എന്നുള്ള പദവിയൊക്കെ വിട്ടിട്ട് ആരുടെ കൂടെ കൂടി? അപ്പോസ്തലന്മാരുടെ കൂടെ, ക്രിസ്ത്യ ശിഷ്യന്മാരുടെ കൂടെ ഇദ്ദേഹം ആരാധിക്കുവാനും ശുശ്രൂഷിക്കുവാനും തുടങ്ങി. അവിടെ വേറൊരു കാര്യം കൂടെ ബർന്നബാസ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. എന്താ ചെയ്തത്? താൻ സ്ഥലം വിറ്റിട്ട്, തനിക്കുണ്ടായിരുന്ന നിലം വെച്ചിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. ഓക്കെ, ഒത്തിരി കൺഫ്യൂഷൻസ് തോന്നാവുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ യെരുശലേം സഭയിലുള്ളവർ എല്ലാം ഇങ്ങനെ ചെയ്തതായിട്ട് കാണാം. അവർക്കുണ്ടായിരുന്നതെല്ലാം വിറ്റിട്ട് ഇവിടെ അപ്പോസ്തലന്മാരുടെ അടുക്ക കൊണ്ടുവന്നിട്ട് അവർ ആവശ്യം പോലെ ഓരോരുത്തർ എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്ന് പ്രാക്ടിക്കലാണോ? ഒരിക്കലും പ്രാക്ടിക്കലല്ല. അന്ന് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞുതരാം. യേശു പോയതുപോലെ തന്നെ വീണ്ടും വേഗം വരും എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നുണ്ട്. ഇനി ഇവിടെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് അവരെന്ത് ചെയ്ത്? അവർ ഒരുമിച്ചൊരു സമൂഹം പോലെ ജീവിക്കുകയും ഇങ്ങനെ സകലതും പൊതുവക എന്നെണ്ണി ജീവിക്കുകയും ചെയ്തു. എന്നാൽ അല്പകാലത്തിനുള്ളിൽ തന്നെ ആ സമ്പ്രദായം അവിടെ ഇല്ലാതാക്കി. ബാക്കിയുള്ള ചർച്ചുകളൊന്നും ഈ സിസ്റ്റം ഫോളോ ചെയ്തതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നില്ല. എന്നാൽ ഈ ഒരു ഉണർവ് അല്ലെങ്കിൽ ആ ഒരു ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ബർന്നബാസ് എന്ന ലേവ്യൻ ഒരു കാര്യം മനസ്സിലാക്കി. തനിക്ക് നിലമുണ്ട്, തനിക്കിനി ഒന്നും വേണ്ട എന്നുള്ളൊരു തീരുമാനം. അത് ബർന്നബാസിൻ്റെ പേഴ്സണൽ തീരുമാനമായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അത് മുഴുവൻ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ച് ആവശ്യമുള്ളവരൊക്കെ എടുത്തോട്ടെ എന്ന ഒരു തീരുമാനം എടുത്ത ഒരു വ്യക്തിയുമായിരുന്നു ബർന്നബാസ് എന്ന് പറയുന്നത്. ഇനി ബർന്നബാസിനെ കുറിച്ച് നമ്മൾ അടുത്തതായിട്ട് കാണുന്ന എവിടെയാണെന്നറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞു, യെരുശലേം സഭ വലിയ പീഡനം നേരിട്ടു. നടത്തിയ വ്യക്തിയുടെ പേര്, മെയിനായിട്ട് നിന്ന ആളുടെ പേര് ശൗല്. എന്നാൽ ശൗൽ എന്ത് ചെയ്തെന്നറിയാം? യെരുശലേമിൽ പീഡയെല്ലാം കഴിഞ്ഞപ്പോൾ ശൗല് ചിന്തിച്ചു, ഇനി അടുത്ത എൻ്റെ ടാർഗറ്റ് പലസ്തീൻ കഴിഞ്ഞ അടുത്ത സ്ഥലം സിറിയയിലെ ദമസ്കോസ് പട്ടണമാണ്. അത് പടിവാതിലാണ്. അത് കഴിഞ്ഞാണ് അന്ത്യോക്യയൊക്കെ വരുന്നത്. അങ്ങോട്ടും കൂടെ പീഡ വ്യാപരിക്കാവെന്ന് പറഞ്ഞ് സോൾ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. മഹാപുരോഹിതൻ്റെ ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ
ഉണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ശൗൽ ഇറങ്ങിത്തിരിഞ്ഞു. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ നട്ടുച്ച നേരത്ത് അതിനേക്കാൾ പ്രകാശമുള്ള കർത്താവിൻ്റെ ശബ്ദം പൗലോസ് കേട്ടു. എന്താ? ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്താ? വെട്ടിയിട്ടതുപോലെ ശൗൽ അവിടെ വീണു. നമുക്കറിയാം ആ സ്റ്റോറി. ശൗല് ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീർന്നു. എന്നാൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? അത്രയും നാളെ ഈ സഭയിലുള്ളവർക്കെല്ലാം അറിയാം, ശൗൽ എന്ന പേര് കേട്ടാൽ അവിടുത്തെ പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും വിറയ്ക്കും. പെട്ടെന്നൊരു ദിവസം കേൾക്കുകയാണ്, ഈ ശൗൽ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ടു, ക്രിസ്ത്യാനിയായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആർക്കും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. വലിയ ചാരനായിരിക്കും, നമ്മൾ എവിടെയൊക്കെ ഉണ്ട് ആൾക്കാരെന്ന് കണ്ടുപിടിക്കാൻ ഇവൻ വേഷം മാറി വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ആരും ശൗലിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ഈ മാനസാന്തരപ്പെട്ട ശൗല് ഒറ്റപ്പെട്ടതുപോലെയായി. എന്നാൽ ആ ശൗലിൻ്റെ അടുക്കൽ ഒരാൾ വന്നു. ആരാന്നറിയാമോ? പ്രബോധനപുത്രൻ, ദ എൻകറേജർ. അപ്പോസ്തലന്മാർ പോലും ശൗലിനെ സ്വീകരിക്കാതിരുന്നപ്പോൾ ഈ ബർന്നബാസ് അടുത്ത് ചെന്നു. അപ്പോസ്തല പ്രവൃത്തി 9:26-27. അവൻ യെരൂശലേമിലെത്തിയപ്പോൾ, അവൻ എന്ന് പറയുന്നത് ശൗല് മാനസാന്തരത്തിന് ശേഷം യെരൂശലേമിലെത്തിയാറ് ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു. നിങ്ങളുടെ സഭയിൽ ഞാനും വന്നോട്ടെ, ഞാനും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ, എന്നാൽ അവൻ ഒരു ശിഷ്യനെന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു. ശൗലിനെ ആരും വിശ്വസിച്ചില്ല. ബർന്നബാസോ അവനെ കൂട്ടി അപ്പസ്തോലന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ വഴിയിൽ വെച്ച് കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു. ഹല്ലേലൂയ! എന്ത് നല്ലൊരു സ്വഭാവം. നമ്മളും ഇതുപോലെ ആയിരിക്കണം, നമ്മുടെ സഹവിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവമുള്ളവർ. ഹല്ലേലൂയ, ആമേൻ. ബർന്നബാസിൻ്റെ ക്വാളിറ്റീസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാതൃകയായിരിക്കട്ടെ. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ ശൗലിനെ അംഗീകരിക്കാനിടയായത്. എന്നാൽ അധികം നാളെ ശൗൽ യെരൂശലേം സഭയിൽ നിന്നില്ല. പിന്നീട് ശൗല് അറേബ്യയിലേക്ക്, ഗലാത്യ ലേഖനത്തിൽ കാണുന്നത് പോലെ തൻ്റെ ഒരു ഏകാന്ത കുറച്ച് കാലങ്ങളിലേക്ക് പോകുവാനായിട്ട് ഇടയായി. അവിടെ നിന്നും പോയി. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. വർഷങ്ങൾ ചിലത് കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ പറയുന്ന അന്ത്യോക്യയിലെ ഉണർവൊക്കെ സംഭവിച്ചത്. എന്ത് ചെയ്തെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 11:22. ഇപ്പോൾ യെരൂശലേം സഭയിലാണ് ബർന്നബാസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പോസ്തലന്മാർ ഒരു ദിവസം ഒരു ന്യൂസ് കേൾക്കുക, നമ്മുടെ അടുത്തുള്ള സിറിയയിലെ അന്ത്യോക്യയിൽ യഹൂദന്മാരല്ലാത്തവർ, അവർക്കൊരു ഷോക്കായിരുന്നായിരിക്കും അത്. ആദ്യമായിട്ട് പുറജാതികളായിട്ടുള്ള ഗ്രീക്കുകാർ, തത്വജ്ഞാനികളൊക്കെ യേശുവിലേക്ക് വലിയൊരു കൂട്ടം തിരിഞ്ഞേക്കുക. അപ്പം ഇവിടെയുള്ള അപ്പോസ്തലന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, നല്ല കാര്യം, ഉണർവ് നടക്കുന്നത് നല്ല കാര്യം, ഇത്രയും ആളുകൾ വരുന്നത് നല്ല കാര്യം. പക്ഷെ അവരെ നയിക്കാൻ ഒരാളില്ലെങ്കിൽ ഇവർ ദുരുപദേശങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെന്ത് തീരുമാനിച്ചെന്നറിയാമോ? അപ്പോസ്തല പ്രവൃത്തി 11:22. അവരെക്കുറിച്ചുള്ള ഈ വർത്തമാനം യെരൂശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. ബർന്നബാസിനെ അങ്ങോട്ട് ലീഡറായിട്ട് അയച്ചു. ഒരാളെ ലീഡറായിട്ട് അയക്കണമെങ്കിൽ അയാൾക്കുള്ള ക്വാളിറ്റി എന്തായിരിക്കണം എന്നറിയാമോ? അപ്പോസ്തലന്മാർ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്നു ബർന്നബാസിനെ. അവർക്ക് ഉറപ്പായിരുന്നു വേദപരിജ്ഞാനമുള്ള ഈ മനുഷ്യൻ അവിടെ ഒരു നല്ല ലീഡറായിരിക്കും. അങ്ങനെ ബർന്നബാസിനെ അവിടെ അയച്ചു. 23-24 വാക്യങ്ങളൊന്ന് വായിക്കാം. അവൻ ചെന്ന് ദൈവകൃപ കണ്ടു സന്തോഷിച്ചു. മറ്റുള്ളവരുടെ ഇടയിലും ദൈവം പ്രവർത്തിക്കുന്ന കാണുമ്പോൾ സന്തോഷിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. നമ്മുടെ അടുത്തിരിക്കുന്ന വിശ്വാസിക്ക് ദൈവം ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ, ഒരു കൃപാവരം കൊടുക്കുമ്പോൾ അതിനും സ്തോത്രം പറയാൻ പറ്റണം. ഹല്ലേലൂയ! പലപ്പോഴും നമ്മൾ നമുക്ക് കിട്ടുന്ന നന്മയ്ക്ക് മാത്രം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ബർന്നബാസ് എന്ത് ചെയ്തു? അവർക്ക് കിട്ടിയ ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. നല്ലൊരു ടീച്ചറായിരുന്നു. എല്ലാവരും കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ വണ്ണം പ്രബോധിപ്പിച്ചു. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. ബർന്നബാസിന്റെ ഒരു മിനിസ്ട്രിയും കൂടെ ആയപ്പോൾ ഈ നല്ല മനുഷ്യൻ പരിശുദ്ധാത്മാവിലും വിശ്വാസത്തിലും ഒക്കെ നിറഞ്ഞു നിന്ന് ആ മനുഷ്യൻ ശുശ്രൂഷിച്ചപ്പം വേറെയും കുറെ വിശ്വാസികൾ വരാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ ബർന്നബാസിന്റെ അടുത്ത ഒരു ക്വാളിറ്റി കാണുന്നത്. ഞാൻ ഇങ്ങനെ പറയാം, വിനയത്തിൻ്റെയും പക്വതയുടെയും ഒരു മൂർത്തിഭാവമായിരുന്നു ബർന്നബാസ് എന്ന് പറയാം. ബർന്നബാസിന് ഒത്തിരി കഴിവുകളുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും കൂട്ടം ജനം വന്നപ്പോഴത്തേക്ക് ബർന്നബാസ് ചിന്തിക്കാൻ തുടങ്ങി, തനിക്ക് ദൈവം നല്ല കൃപ തന്നിട്ടുണ്ട്, എന്നാൽ കുറച്ചും കൂടെ നല്ലതൊന്ന് കിട്ടിയാൽ നന്നായിരിക്കും, കുറച്ചും കൂടെ ഒരു നല്ല കഴിവുള്ള ഒരാളെ ഈ അന്ത്യോക്യ സഭയിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കുമെന്ന് ബർന്നബാസ് ഓർത്തു. എന്ത് ചെയ്തെന്നറിയാമോ? ബർന്നബാസ് പുറപ്പെട്ടു. എങ്ങോട്ട്
എങ്ങോട്ടാണെന്നറിയാമോ? കുറച്ചു കാലമായിട്ട് തർസോസുകാരനായ ശൗലിനെ കുറിച്ച് ആർക്കും ഒരു അറിവില്ല. തർസോസിൽ ഉണ്ടെന്നറിയാം, അദ്ദേഹം ഇങ്ങനെ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. ബർന്നബാസ് എന്ത് ചെയ്തെന്നറിയാമോ? അന്നത്തെ യാത്രകൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് ഓർക്കണം. താൻ വണ്ടി കയറി എങ്ങോട്ടാണെന്നറിയാമോ? തർസോസിലേക്ക്. അപ്പോസ്തല പ്രവൃത്തി 11:25-26 വാക്യങ്ങൾ. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. ആരും തിരയാതിരുന്ന ശൗലിനെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അന്ന് ബർന്നബാസ് ആ ശൗലിനെ തിരഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ക്രിസ്തീയ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എന്ന വ്യക്തിയെ നഷ്ടപ്പെടുമായിരുന്നു. ഹല്ലേലൂയ. നമുക്കങ്ങനെ ഒരു കൺസേൺ ഉണ്ടോ? ഹല്ലേലൂയ. അദ്ദേഹം ചെന്നു ശൗലിനെ തിരഞ്ഞു ചെന്നു. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒരു കൈ പിടിച്ചുകൊണ്ട് വന്നു. ഹല്ലേലൂയ. എങ്ങോട്ട്? ഇത്രയും വിശ്വാസികളുള്ള സഭയിൽ ബർന്നബാസ് എന്ത് ചെയ്തു? അന്ത്യോക്യയിൽ ഒരു ലീഡറായിട്ട് ആരെ കൊണ്ടുവന്നു? ശൗലിനെ കൊണ്ടുവന്നു. ഹല്ലേലൂയ. 25-26 ആ ഒരു മനസ്സ് നമ്മൾക്കുണ്ടായിരിക്കട്ടെ. പ്രബോധനപുത്രനായ ആശ്വാസപുത്രനായ ബർന്നബാസിൻ്റെ പോലെയുള്ള മനസ്സ്. ഓക്കെ, നമ്മൾ ബർന്നബാസിനെ കുറിച്ച് കണ്ടു. രണ്ടാമത്തെ വ്യക്തിയെക്കുറിച്ച് നോക്കാം. നമ്മൾ അന്ത്യോക്യ സഭയിൽ കണ്ട രണ്ടാമത്തെ വ്യക്തി സിമെയോൻ ദ നീഗർ. നീഗർ എന്ന് പേര് വിളിച്ച ഷിമയോൻ, അല്ലേ? ഷിമോൻ എന്നാണ് മലയാളത്തിൽ, ഷിമോൻ. ഓക്കെ, ഇനിയും പറഞ്ഞാൽ നിഗർ എന്ന വാക്കിൻ്റെ അതൊരു ഗ്രീക്ക് വേർഡാണ്. ഈ പേരിൻ്റെ അർത്ഥം ബ്ലാക്ക്, കറുപ്പ് എന്നാണ്. ഓക്കെ, നിഗർ എന്ന പേരിൻ്റെ അർത്ഥം ബ്ലാക്ക്. ഓക്കെ, ആ പദം തന്നെ നമ്മളുടെ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പറയാറുണ്ട് നീഗ്രോ. എന്താ പറയുന്നത്? നീഗ്രോ. ഓക്കെ, പ്രധാനമായും നീഗ്രോ ആൾക്കാരെ നമ്മൾ എവിടെയാണ് കാണുന്നത്? ആഫ്രിക്കയിലാണ് കാണുന്നത്. കറക്റ്റ്. ഓക്കെ, നീഗ്രോസ്. ഓക്കെ, സിമെയോൻ ദ നിഗർ, ആഫ്രിക്കക്കാരനായ കറുത്ത നല്ല ഉയരമുള്ള ആരോഗ്യമുള്ള ഈ മനുഷ്യൻ. ഓക്കെ, ഈ സിമെയോൻ ദ നിഗറിനെ കുറിച്ച് അവിടെ അത്രേ പറയുന്നുള്ളൂ. എന്നാൽ ഈ ആഫ്രിക്കക്കാരനെ കുറിച്ച് സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 32-ാം വാക്യത്തിൽ. അവർ പോകുമ്പോൾ അവർ പോകുമ്പോൾ എവിടെയാണെന്നറിയോ ഇത് നടക്കുന്നത്? ചില വർഷങ്ങൾക്ക് മുമ്പ് എവിടെയാ? ഗോൽഗാത്തായിലേക്ക് ക്രൂശും ചുമന്നുകൊണ്ട് യേശുവിനെ റോമൻ പടയാളികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. തലേ ദിവസത്തെ ചാട്ടവാറടി കൊണ്ടൊക്കെ യേശുവിൻ്റെ ശരീരം ഉഴവ് ചാല് പോലെ കീറിയിരിക്കുകയാണ്. യേശുവിൻ്റെ മുഖത്തടിച്ച് യേശു ആകെ വയ്യ. കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന യേശു ഇടയ്ക്കിടയ്ക്ക് വീഴുക. അപ്പോൾ റോമൻ പടയാളികൾക്ക് ഇത് താങ്ങുവാൻ പറ്റത്തില്ല. എന്താണെന്ന് പറഞ്ഞുതരാം. റോമൻ നിയമം അനുസരിച്ച്, ആ കാലത്തെ നിയമം അനുസരിച്ച് ഏറ്റവും വലിയ നിന്ദ്യമായ ക്രൂരമായ ശിക്ഷയാണ് ക്രൂശീകരണം. ഏറ്റവും വലിയ ക്രിമിനൽസിനെ അത് കൊടുക്കുകയുള്ളൂ. അപ്പം ക്രൂശ് ഒന്ന് ചുമന്ന് സഹായിക്കാൻ ആരും തയ്യാറാവില്ല. പ്രത്യേകിച്ച് അന്ന് ലോകം ഭരിച്ച റോമാക്കാരൊട്ടും തയ്യാറാവില്ല. അതുകൊണ്ട് റോമൻ പടയാളികൾ ആരും അത് ചുമക്കാൻ റെഡിയാവില്ല. ഇനി യഹൂദന്മാർ, ചുറ്റും നിൽക്കുന്ന യഹൂദന്മാർ, അവർ ക്രൂശ് തൊടുവോ? ക്രൂശ് അവരെ സംബന്ധിച്ച് ശാപത്തിൻ്റെ സൈന. ഏത് യഹൂദനെ നിർബന്ധിച്ചാലും അവൻ ഒരിക്കലും ആ ക്രൂശിനൊരു താങ്ങ് കൊടുക്കില്ല. കാരണം ക്രൂശ് ചുമന്നവനെങ്ങാനും ആ ഒരു പേര് വീണാൽ അവൻ്റെ കുടുംബത്തിന് തലമുറകളിലേക്കുള്ള ഒരു നാണക്കേടാ വരാൻ പോകുന്നത്. യഹൂദന്മാർ തല പോയാലും ആ ക്രൂശ് ചുമന്ന് സഹായിക്കാൻ തയ്യാറാവില്ല. അവരിങ്ങനെ വിഷമിക്കും. നോക്കുക, ആരെ ഇത് പിടിച്ച് തലയിൽ ഏൽപ്പിക്കുന്നത്? യഹൂദന്മാരെ നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റത്തില്ല. റോമാക്കാർ അതിന് തയ്യാറാവില്ല. യേശു വീണുകൊണ്ടിരിക്കുകയാണ്. അവർ പോകുമ്പോൾ ശീമോൻ എന്നു പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവന്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. കുറേനക്കാരൻ, കുറേന എവിടെയാണെന്ന് പറയാം. നോർത്ത് ആഫ്രിക്കയിലുള്ള ലിബിയയിലെ ഒരു പട്ടണമാണ് കുറേന. അവിടെയുള്ള ഒരു നീഗ്രോ ആയിരുന്നു ആര്? ഷിമോൻ. ഷിമോൻ എന്നു പേരുള്ള കുറേനക്കാരൻ. ഇന്നത്തെ ലിബിയയിലെ ഒരു സ്ഥലമാണ് കുറേന എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, ഈ ഷിമോൻ വരുന്നത് കണ്ടു. അവനും സമ്മതിച്ചോ? പക്ഷെ ഇവരെ എന്തോ ഒരു താഴ്ന്ന ഇതുപോലെ അവർ കണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്തു? നിർബന്ധിച്ചു. മര്യാദയ്ക്ക് ചുമന്നോണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്നറിയാമോ? പിന്നെ ഒരു ഗുണവും കൂടെ ഉണ്ട്. കുറേനക്കാരാ, നീഗ്രോസ്, നമുക്കറിയാം അവരെന്താ സാധാരണ ആളുകളെക്കാളും ആരോഗ്യവും ബലവും ഉയരവും എല്ലാം ഉള്ള. അപ്പോൾ ക്രൂശ് ചുമക്കാൻ മാത്രമുള്ള ഇതുണ്ട്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒളിമ്പിക് ഗെയിംസ് ആണെങ്കിലും ഏത് ഗെയിംസ് നോക്കിയാലും ഏറ്റവും സ്കോർ ചെയ്യുന്നത് ആരായിരിക്കും? ഇവർ ഏറ്റവും ആരോഗ്യമുള്ള ഒരു ഗ്രൂപ്പാണ് ഇവർ. ഓക്കെ, നോക്കിയപ്പോഴത്തേക്ക് ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. ആ ക്രൂശ് എടുത്ത് വെച്ചു കൊടുത്തു. ലൂക്കോസ് 23:26 നോക്കാം.
അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ചു പിടിച്ച് നിർബന്ധിച്ച് അത് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പം യഹൂദന്റെ അടുക്ക് അത്ര നിർബന്ധിച്ച് ചെയ്യാൻ പറ്റില്ല, അതിലും താഴ്ന്നൊരിതായതുകൊണ്ടാണ് എന്ത്, ശിമോനെ നിർബന്ധിച്ച് ക്രൂശ് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. ഇനി നമ്മൾക്ക് ഇതേ സംഭവം തന്നെ മർക്കോസ് 15:21 വിവരിക്കുന്നത് നോക്കാം. അലക്സണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. നിങ്ങൾ ഒരു നിമിഷം ഷിമോന്റെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിക്കണം. ഷിമോൻ ഇങ്ങനെ ചിന്തിച്ചാണ്, ഈ ക്രൂശ് ചുമന്നാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? അവനെ സമൂഹം പിന്നെ കാണുന്നത് ഏറ്റവും നിന്ദിക്കപ്പെട്ട വ്യക്തിയായിട്ടാണ്. അവൻ്റെ അമ്മയ്ക്ക് അത് അവൻ്റെ ഭാര്യയ്ക്ക് നാണക്കേടാണ്, അവൻ്റെ കുടുംബക്കാർക്ക് നാണക്കേടാണ്, മക്കൾക്ക് പിന്നെ സമൂഹത്തിൽ തല ഉയർത്തി നടത്താൻ പറ്റില്ല. ഇതാണ് അവൻ്റെ അവസ്ഥ. എന്നാൽ നമ്മൾ വായിച്ച വാക്യം പറയുന്നു, അലക്സണ്ടറിൻ്റെയും രൂഫസിൻ്റെയും അപ്പനായ ഷിമോൻ. ഹല്ലേലൂയ. ഈ അലക്സണ്ടറും രൂഫസും നിന്ദിക്കപ്പെട്ടില്ല. അവരുടെ അപ്പൻ ക്രൂശ് ചുമന്നുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? റോമർ 16:13 നമ്മളത് കാണുന്നത്. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നതാണ്, കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും. ഒരുപക്ഷെ ശീമോൻ ആ ക്രൂശ് ചുമന്ന സമയത്ത് ചിന്തിച്ചാണ്, എൻ്റെ കുടുംബത്തിൻ്റെ പേര് ഇതോടെ തീർന്നു. എന്നാൽ ആ ക്രൂശ് ചുമക്കുന്ന സമയത്ത് ഒരുപക്ഷെ ശീമോൻ ഇങ്ങനെ ചിന്തിച്ചാണ്, ദൈവമേ, ഒരു തെറ്റും ചെയ്യാതാണല്ലോ ഞാൻ ഈ ക്രൂശ് ചുമക്കുന്നതെന്ന്. എന്നാൽ തൊട്ടപ്പുറത്ത് നിന്ന് യേശുവിനെ അവൻ നോക്കിക്കാണും. ഇവനെക്കുറിച്ചും എല്ലാവരും പറയുന്നു, ഒരു തെറ്റും ചെയ്തിട്ടില്ല, പക്ഷെ എൻ്റെ പാപത്തിന് വേണ്ടിയാണ് യേശു ആ ക്രൂശിൽ ചുമന്നതെന്ന് പിന്നീട് മനസ്സിലാക്കിയ ശീമോൻ കർത്താവിനെ തൻ്റെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാനിടയായി. അവൻ്റെ മക്കൾ രൂഫോസും അലക്സാണ്ടറും കർത്താവിൽ പ്രസിദ്ധരായി തീർന്നു. പൗലോസ് ശിമോന്റെ ഭാര്യയെ സംബോധന ചെയ്യുന്ന ശ്രദ്ധിച്ചോ, എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും. ദൈവസഭയിൽ അവരെ ദൈവം എത്രമാത്രം ഉയർത്തിയെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾക്ക് സന്തോഷമില്ലേ? ക്രൂശ് ചുമന്നിറങ്ങാൻ തീരുമാനിക്കുമ്പോൾ പലരും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടാവും. ഇതും കൊണ്ടുപോയാൽ നാണം കെടും, ഈ പുസ്തകം പിടിച്ചാൽ നീ ഒന്നും ഒരു കാലത്തും രക്ഷപ്പെടാൻ പോയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ക്രൂശ് ചുമന്നവരെ ലജ്ജിക്കുവാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. ഈ വചനത്തെ ഉയർത്തിപ്പിടിച്ചവരെ ലജ്ജിപ്പിക്കാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. അവൻ്റെ തലമുറ, അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടത്തേയുള്ളൂ. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ 2 പേരെ കണ്ടു, സിറിയൻ ക്രിസ്ത്യൻസ്, 2 സിറിയൻ ക്രിസ്ത്യൻസ്. ഓക്കെ, നോക്കാം നമുക്ക് ആരൊക്കെയായിരുന്നു. ബർന്നബാസ്, സൈമൺ ദ നിഗർ. 3-ാമത്തെ ആൾ കുറേനക്കാരനായ ലുക്യോസ്. ഇദ്ദേഹവും ലിബിയയിലെ കുറേനയിൽ നിന്ന് വന്ന ലുക്യോസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. വേറെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾക്ക് അവൈലബിൾ അല്ല. ഇദ്ദേഹവും അവിടുത്തെ ആ സഭയിലെ ഒരു മെയിൻ ആളായിരുന്നു. അപ്പോൾ 3 പേരെയാണ് നമ്മൾ കാണുന്നത്. ബർന്നബാസ്, ഷിമോൻ എന്ന പേരുള്ള നീഗർ എന്ന പേരുള്ള ഷിമോൻ, 3-ാമത്തേത് ലുക്യസ് ഓഫ് സൈറീൻ അല്ലെങ്കിൽ ലുക്യോസ് എന്ന കുറേനക്കാരൻ. 4-ാമത്തെ ആൾ മനായേൽ. മലയാളത്തിൽ മനായേൽ എന്ന് കാണാം. അവിടെ മനായേലിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇടപ്രഭുവായ ഹെരോദാവിൻ്റെ കൂടെ കൊട്ടാരത്തിൽ വളർന്ന മനായേൽ. ഓക്കെ, അപ്പോസ്തലപ്രവൃത്തി 13:1 കാണുന്നത്. എന്താ അവിടെ പറഞ്ഞേ? ഇടപ്രഭുവായ ഹെരോദാവിൻ്റെ കൂടെ കൊട്ടാരത്തിൽ വളർന്ന മനായേൽ. ഇത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അന്നത്തെ കാലത്തെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അന്നത്തെ കാലത്ത് ഫോസ്റ്റർ ബ്രദേഴ്സ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇടപ്രഭുവായ ഹെരോദാവ് ആ രാജകൊട്ടാരത്തിലാണ് വളരുന്നത്. രാജകുമാരന്മാർക്ക് സാധാരണ കുട്ടികളുമായിട്ടൊന്നും കളിക്കാനായിട്ട്, പുറത്തുള്ള കുട്ടികളുമായിട്ടൊന്നും കളിക്കാൻ അനുവാദമില്ല. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഉന്നത കുടുംബങ്ങളിൽ പിറന്ന വളരെ സമൃദ്ധരായ, വളരെ ബുദ്ധിയുള്ള, വളരെ കഴിവുകളുള്ള കൂട്ടുകാരെ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇവരുടെ കൂടെ മാത്രമേ ആര് കളിക്കുകയുള്ളൂ? ഈ രാജകുമാരന്മാർ വളർന്നു വരുമ്പോൾ കളിക്കുകയുള്ളൂ. അപ്പോൾ എന്നാ വെച്ചാൽ ഇവരുടെ കഴിവുകളും കൂടെ രാജകുമാരന് കിട്ടുമല്ലോ. മണ്ടന്മാരുടെ കൂടെ ഒന്നും മണ്ടന്മാരാകണ്ട, ഏറ്റവും മിടുക്കന്മാരുടെ കൂടെ നടക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു ആര്?
മനായേൽ ഇടപ്രഭുവായ ഹെരോദാവിൻ്റെ കൂടെ കൊട്ടാരത്തിലാണ് വളർന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യേശു ശുശ്രൂഷിച്ചുകൊണ്ട് നടന്ന കാലത്തൊക്കെ കൊട്ടാരത്തിലുണ്ട്. ആര്? മനായേലുണ്ട്. ഓക്കെ, ഈ കൊട്ടാരത്തിൽ വളരുന്നവർക്ക് രാജകുമാരന്മാരുടേതുപോലെ തന്നെയുള്ള ഭക്ഷണം ലഭിക്കും, അതുപോലെയുള്ള വസ്ത്രങ്ങൾ ലഭിക്കും. അവർക്ക് പിന്നീട് വലുതായി കഴിഞ്ഞാലും അവർക്ക് വലിയ സ്വത്തിന് അവർ അവകാശികളാകും. അവർക്ക് എല്ലാം രാജകുടുംബത്തിലുള്ളവരുടെ പോലെ തന്നെയുള്ള പദവികൾ ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ആര്? മനായേൻ. ഈ മനായേൻ ഇടപ്രഭുവായ ഹെരോദാവിനോട് കൂടി വളർന്നു. എന്നാൽ നമുക്ക് ഇടപ്രഭുവായ ഹെരോദാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. യേശു കർത്താവ് ഇടപ്രഭുവായ ഹെരോദാവിനെ ഒരിക്കൽ വിളിച്ചു അവനൊരു കുറുക്കനാണെന്ന്. അത്ര ദുഷ്ടനായ അസന്മാർഗ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു ഇടപ്രഭുവായ ഹെരോദാവ്. തൻ്റെ ചില പ്രവർത്തികളെ യോഹന്നാൻ സ്നാപകൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പം ഇദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ? യോഹന്നാൻ സ്നാപകനെ വധിച്ച വ്യക്തിയായിരുന്നു ഇടപ്രഭുവായ ഹെരോദാവ്. ഈ ഹെരോദാവിൻ്റെ കൂടെ വളർന്ന വ്യക്തിയായിരുന്നു മനായേൽ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. മനായേലിനോട് ഒരു പക്ഷെ ചെറുപ്പത്തിൽ വളർന്നു വരുന്ന സമയത്ത് ഒരു യുവാവായപ്പോൾ ചോദിച്ചു കാണും, നിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാരാ? അഭിമാനത്തോടെ നെഞ്ചു വിരിച്ചവൻ പറഞ്ഞു കാണും, ഹെരോദ് ദ ടെട്രാക്ക്, ഇടപ്രഭുവായ ഹെരോദാവിൻ്റെ കൂട്ടുകാരനാണ്. അവൻ അവിടുത്തെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു വളർന്ന വ്യക്തിയാണ്. എന്നാൽ ആ തോഴന് പകരം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കൊട്ടാരത്തിൽ വളർന്ന ഒരു രാജകുമാരനെ പോലെ നടന്ന മനായേൽ വേറൊരു തോഴനെ കണ്ടെത്തി. ആരാ? യേശുവിലൻ തോഴനെ അവൻ കണ്ടു. ഹല്ലേലൂയ. 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനായ യേശുവിനെ മനായേൽ കണ്ടു. ഹല്ലേലൂയ. അവൻ കൊട്ടാരം വിട്ടിറങ്ങി. എങ്ങോട്ട്? യെരൂശലേം സഭയുടെ ആ ചുരുങ്ങിയ അവസ്ഥയിലേക്ക് ഭവനങ്ങളിൽ കൂടി അവൻ ആരാധിക്കുവാൻ തുടങ്ങി. ഒരു പീഡ വന്നപ്പോൾ എന്ത് പറ്റിയെന്നറിയാം? തൻ്റെ കൂടെ വളർന്ന ആ പ്രഭു ഉപദ്രവിക്കുന്ന കണ്ടപ്പോൾ എങ്ങോട്ട് പോകേണ്ടി വന്നു? ഒരു അഭയാർത്ഥിയെ പോലെ അവൻ എന്ത് ചെയ്തു? അവനും ഓടിപ്പോയി. എങ്ങോട്ട്? അന്ത്യോക്യയിലേക്ക് ഓടിപ്പോകുവാൻ ഇടയായി. ക്രിസ്തുവിന് വേണ്ടി സകലതും ചപ്പും ചവറുമെന്ന് എണ്ണിയ മറ്റൊരു വ്യക്തിയാണ് മനായേൽ. ഹി വാസ് ഓൾസോ കോൾഡ് എ സിറിയൻ ക്രിസ്ത്യൻ. ശരിക്കും സിറിയൻ ക്രിസ്ത്യൻസ് ആണോ? ഹല്ലേലൂയ. ഇനി ഞാൻ മറ്റൊരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. നിങ്ങൾ ആദ്യം കണ്ട വ്യക്തി ബർന്നബാസ് ആരായിരുന്നു? ഒരു യഹൂദൻ, ഒരു ലേവ്യൻ. രണ്ടാമത്തവൻ കുറേനക്കാരൻ ഷിമോൻ, ഒരു നീഗ്രോ. മൂന്നാമത് കണ്ടത് കുറേനക്കാരൻ ലുക്കിയോസ്. നാലാമത് നമ്മൾ കണ്ടു മനായേൻ. രാജകൊട്ടാരത്തിൽ വളർന്നവൻ, രാജകുടുംബത്തിലെ ഒരു എല്ലാ പദവികളും ലഭിച്ച മനുഷ്യൻ. ക്രിസ്തീയ സഭയുടെ ഒരു മുഖമല്ലേ അത്? ഹല്ലേലൂയ. ബാക്കി എല്ലായിടത്തും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ജാതിയുടെ പേരിൽ, കളറിൻ്റെ പേരിൽ, വരുന്ന രാജ്യത്തിൻ്റെ പേരിൽ. എന്നാൽ ക്രിസ്തീയ സഭ, അന്ത്യോക്യ സഭ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ അവിടെ യഹൂദൻ എന്നില്ല, യവനൻ എന്നില്ല, സ്ത്രീ എന്നില്ല, പുരുഷൻ എന്നില്ല, ബർബരൻ എന്നില്ല, പഠിത്തമുള്ളവൻ എന്നില്ല. വ്യത്യാസങ്ങളെ, അതിർവരമ്പുകളെ ക്രിസ്തീയ സഭ പൊളിച്ചെഴുതി. ദ സിറിയൻ ആന്റിയോക്ക് ചർച്ച്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിലും അങ്ങനത്തെ ചിന്തയുണ്ടാകട്ടെ. ഒരു പക്ഷെ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ഇങ്ങനത്തെ വേർതിരിവുകളൊക്കെ കേട്ടായിരിക്കും നമ്മൾ വളർന്നത്. എന്നാൽ നമ്മളൊരു സഭയിലെ അംഗമാകുന്നതോടെ മനസ്സിലാക്കുക, ഇവിടെ പിന്നെ ക്രിസ്തുവിൽ നമ്മളെല്ലാവരും ദൈവമക്കൾ എന്നതിൽ കവിഞ്ഞ് വേറൊരു പൊസിഷൻ ഇല്ല. ഹല്ലേലൂയ. എൻ്റെ സഹോദരനാണ്, എൻ്റെ സഹോദരിയാണ് ഇതെന്ന് എന്ത് വ്യത്യാസങ്ങളുണ്ടെങ്കിലും പിന്നീട് ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് ദൈവസഭയ്ക്ക് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ സിറിയൻ ക്രിസ്ത്യൻസ് അത് നമുക്ക് കാണിച്ചു തന്നു. ഹല്ലേലൂയ. അഞ്ചാമത്തെ വ്യക്തി ആരായിരുന്നു? അത് ഷൗലിനെ കുറിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തി. ഫിലിപ്പിയർ 3:4, 5, 6 വാക്യങ്ങളിൽ ഒരു മനുഷ്യന് എന്തെങ്കിലും പ്രശംസിപ്പാൻ വകയുണ്ടെന്ന് ഈ ജഡത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ പൗലോസ് അവരോട് പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളുടെ ഏറ്റവും ഒരു ഉയർന്ന പദവിയിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ. ഷൗലിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ. ഫിലിപ്പിയർ 3:4, 5, 6. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ,
ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷെ നമുക്കറിയാം ഷൗൽ ആരായിരുന്നു എന്ന്. ഈ തർസോസുകാരനായ ഷൗൽ ഇത്രയും ഒരു ഉന്നത പദവിയിൽ ജനിച്ച് ഒരു റോമൻ പൗരത്വമുള്ള ഒരു യഹൂദന്മാരിൽ ടോപ്പായിട്ടുള്ള പൊസിഷനുള്ള ഒരു പരീശൻ, ആർക്കും ഒരു കുറ്റം പറയാൻ സാധിക്കാഞ്ഞ ആ മനുഷ്യൻ, ഈ മനുഷ്യനും കർത്താവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവില്ലാത്തവനെ കണ്ടു കഴിഞ്ഞപ്പോൾ, ക്രിസ്തുവിനുള്ള നിന്നയാണ് ഏറ്റവും വലിയ ധനം എന്നെണ്ണി, സകലതും ചപ്പും ചവറും എന്നെണ്ണി അദ്ദേഹവും വന്ന് എവിടെ? അന്ത്യോക്യ സഭയിൽ. ഹല്ലേലൂയ. 5 പേരെ നമ്മൾ കണ്ടു. ഒന്ന് പറയാമോ? ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, സുക്രിയക്കാരനായ ലുക്യോസ്, മനായൻ, ഷൗൽ. 5 പേരും അന്ത്യോക്യ സഭയിൽ നെടുംതൂണുകൾ പോലെ നിന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. അപ്പോസ്തല പ്രവൃത്തി 11:26. അവർ 1 സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായി. അന്ത്യോക്യക്കാരെ കുറിച്ച് ചരിത്രം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവർ കളിയാക്കാൻ മിടുക്കരാ. എന്താണെന്നറിയാമോ? ആളുകളെ പരിഹസിക്കാൻ മിടുക്കരാ. അവിടെ ഒരു റോമൻ ചക്രവർത്തി വന്നു, ജൂലിയൻ ചക്രവർത്തി. ചക്രവർത്തിയാണെന്നൊന്നും നോക്കിയില്ല. അദ്ദേഹത്തിൻ്റെ താടിയും മുഖം എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് അവരവിടെ എല്ലാം വരച്ചു വെച്ചു. കോലാട് വന്നിരിക്കുന്നെന്ന് പറഞ്ഞു. കോലാട് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതുപോലത്തെ മുഖമാണെന്ന് പറഞ്ഞ് ഈ പരിഹസിച്ച് പേരിടാൻ നമ്മൾ കളിയാക്കി വിളിക്കാറില്ല. ദഡ്ഡ, തടിയ, ദഗർമ്പ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കാറില്ല. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കളിയാക്കരുത് കേട്ടോ, വിശ്വാസികൾ കളിയാക്കരുത്. നിക് നെയിംസ് ഇടുന്നതിൽ മിടുക്കന്മാരായിരുന്നു ഈ അന്ത്യോക്യക്കാർ. ചക്രവർത്തിയെ കോലാടെന്ന് വിളിച്ച പാർട്ടികളാണ് ഇവർ നോക്കിയപ്പം ഒരു 5 എണ്ണം ഇങ്ങനെ നിരന്നിപ്പുണ്ട്, കുറേ എണ്ണം അവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഏത് ഗ്രൂപ്പാന്ന് വെച്ചാൽ പറഞ്ഞു, അവിടെ ക്രൂശിക്കപ്പെട്ട യേശുവിൻ്റെ ശിഷ്യന്മാരാ നമ്മൾ. അവർക്ക് ചിരി വന്നു. യുക്തിവാദത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നവർ, തത്വജ്ഞാനത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന അവർ പറഞ്ഞു, ക്രൂശിക്കപ്പെട്ട ഒരു ക്രിമിനലിൻ്റെ അനുയായികളായിട്ട് കുറേ എണ്ണം നടക്കുന്നുണ്ട്. അവർ പരിഹസിച്ചൊരു പേര് വിളിച്ചു, ക്രിസ്തുവിൻ്റെ അനുയായികൾ. നമുക്കിപ്പോൾ ക്രിസ്ത്യാനി എന്ന് കേൾക്കുന്ന അത് അഭിമാനമാണ്. എന്നാൽ അവരൊരു ചെറിയ തെറി വിളിച്ചതാണ്, കളിയാക്കി വിളിച്ച പേരാണ് എന്താ? ക്രിസ്തുവിൻ്റെ അനുയായികൾ. ഹല്ലേലൂയ. കളിയാക്കി വിളിച്ച പേരാ, കള്ളൻ്റെ അനുയായികൾ, ഒരു ക്രിമിനലിൻ്റെ അനുയായികൾ. അവരങ്ങനെ വിളിച്ച പേര് ഇന്ന് നമ്മൾ അഭിമാനത്തോടെ ചേർത്ത് വെക്കുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കോ അത് ദൈവശക്തിയുമാകുന്നു. ഹല്ലേലൂയ. സുറിയയിലെ ക്രിസ്ത്യാനികളെ നമ്മൾ കണ്ടു. 5 പേര്, നിരന്നു നിന്ന 5 പേര്. അവിടെ ഉണ്ടായിരുന്ന കുറേ വിശ്വാസികൾ. ഇവരായിരുന്നു അന്ത്യോക്യ സഭയിലെ ആദ്യത്തെ ആളുകൾ. ഹല്ലേലൂയ. നമുക്കും ഇവരെ പോലെ ആകണ്ടേ, സുറിയാനി ക്രിസ്ത്യാനികളെ പോലെ ആവണ്ടേ. ഹല്ലേലൂയ. ആമേൻ. പേരുകൊണ്ട് പറഞ്ഞാൽ പോരാ, യഥാർത്ഥത്തിൽ അവരെ പോലെ ആകുവാൻ നമുക്ക് തീരുമാനിക്കാം. ലോകം വെട്ടിപ്പിടിക്കുവാൻ ഇറങ്ങിത്തിരിച്ച അനേകരെ കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ജൂലിയസ് സീസർ, അലക്സാണ്ടർ, ഇങ്ങനെ പലരും, ഹാനിബാൾ. ഇവരൊക്കെ ഇവരുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോകുവാൻ ഇടയായിട്ടുണ്ട്. അവർ ചെയ്തു തുടങ്ങിയ ദൗത്യം പൂർത്തീകരിക്കുവാൻ ആളില്ലാതെ പോയിട്ടുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 13:2-3 വാക്യങ്ങൾ നമുക്ക് അവസാനമായിട്ട് വായിക്കാം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന സിറിയയിലെ അന്ത്യോക്യയിലെ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു, ക്രിസ്ത്യാനികളായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ക്രിസ്തീയ സഭയുടെ ടേണിംഗ് പോയിന്റാണ് നമ്മൾ വായിച്ചത്. എന്താണെന്നറിയാമോ? അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും സിറിയയിലെ അന്ത്യോക്യയിലെ സഭയിൽ ആളുകൾ ഇരുന്നപ്പം ഒരു ദൈവാത്മാവിൻ്റെ കൂടെ ഒരു ആൾ സംസാരിച്ചു. വ്യക്തിയാണോ സംസാരിച്ചു എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ദൈവാത്മാവ് അവരോട് വ്യക്തമായി സംസാരിച്ചു. ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി വേർതിരിപ്പിൻ. എന്താ അവിടെ സംഭവിച്ചതെന്നറിയാമോ? സുവിശേഷവുമായി ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് പോകും
പോകുവാനുള്ള ദൗത്യം ഏറ്റെടുക്കുവാൻ പരിശുദ്ധാത്മാവ് 2 പേരെ എഴുന്നേൽപ്പിച്ച ദിവസമായിരുന്നു അന്ത്യോക്യ സഭയിൽ അന്ന് നടന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ബാക്കി ചരിത്രമാണ് നമ്മളോട് പറയുന്നത്. അവിടെ നിന്നും പൗലോസ് 1-ാം മിഷണറി യാത്ര നടത്തി, 2-ാം മിഷണറി യാത്ര നടത്തി, 3-ാം മിഷണറി യാത്ര നടത്തി. അറിയപ്പെടുന്ന ഭൂഖണ്ഡങ്ങളിലെല്ലാം സുവിശേഷം എത്തുവാൻ അന്നത്തെ നൂറ്റാണ്ടിലിടയായി. ഹല്ലേലൂയ, ആമേൻ. ഇതാണ് സിറിയയിലെ അന്ത്യോക്യ ക്രിസ്ത്യാനി സഭ ചെയ്തത്. ഹല്ലേലൂയ. ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട കുറച്ചു പേരുടെ പേര് ഞാൻ പറഞ്ഞു. എന്നാൽ ഈ അന്ത്യോക്യ സഭയിലെ ക്രിസ്ത്യാനികൾ എന്ന് കളിയാക്കി വിളിച്ച 2 പേര്, അവരോടൊപ്പം ജോൺ മാർക്കും കൂടെ ചേർന്ന് 3 പേര് അന്ന് അന്ത്യോക്യ സഭയിൽ നിന്ന് പുറത്തോട്ട് പോയി. ലോകം അവർ കീഴ്പ്പെടുത്തി. പക്ഷെ നേരത്തെ പറഞ്ഞവരെ പോലെ ചോര ചിന്തിയായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ അവർ പല ഹൃദയങ്ങളെ കീഴടക്കി. ഹല്ലേലൂയ. ക്രിസ്തു എന്ന നിർമ്മല പുരുഷൻ ഒരു നിർമ്മല കന്യകയായിട്ടൊരു സഭയെ ഉണ്ടാക്കുവാൻ അവർ പുറപ്പെട്ടു. ദ സിറിയൻ ആന്റിയോക്ക് ചർച്ച്. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഇത് ഞാൻ പറയുന്നത് ഏകദേശം 2000 വർഷങ്ങൾ മുമ്പായിട്ടുണ്ട്. അന്ന് നടന്ന കാര്യമാണ്. നമ്മൾ ഇന്നും പലരും സിറിയാനി ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനത്തോടെ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സിറിയൻ ക്രിസ്ത്യൻ ചേർച്ച് എന്തായിരുന്നു എന്ന് നമ്മൾ കണ്ടു. നമ്മളുടെ മേൽ ആ ദൗത്യം ഇന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് അന്ത്യോക്യ സഭയിൽ നിന്ന് ചിലർ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും സുവിശേഷം എത്തുവാനിടയായത്. നമ്മളിൽ എത്ര പേര് യേശു എന്ന തോഴനെ നമ്മൾ കണ്ടെത്തിയിട്ട് കുറേ നാളായി? 10,000-ങ്ങളിൽ ഏറ്റവും സുന്ദരനായ യേശുവിനെ മനായയിൽ കണ്ടെത്തിയ പോലെ നമ്മളും കണ്ടെത്തിയിട്ട് കുറേ നാളായി. പക്ഷെ എത്ര പേര് ജീവിതം ശരിക്കും കർത്താവേ അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കും, എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന ആത്മാർത്ഥതയോടെ എന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അന്ത്യോക്യ സഭയിൽ നടന്നത് എന്തെന്ന് ഞങ്ങളിപ്പോൾ കണ്ടു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഇന്നും അങ്ങയുടെ ശക്തി കർത്താവെ ഞങ്ങളുടെ സഭയിൽ, ഞങ്ങളുടെ വിശ്വാസികളുടെ ഇടയിൽ വ്യാപരിക്കണമേ. കർത്താവെ, അന്ത്യോക്യ സഭയെ പോലെ സുവിശേഷ ദർശനമുള്ള സഭയായി, ഉപവാസമുള്ള പ്രാർത്ഥനയുള്ള സഭയായി കർത്താവെ ഞങ്ങളിൽ നിന്ന് അനേകം മിഷണറികൾ എഴുന്നേൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നൂറ്റാണ്ടിൽ ഒരു ഉണർവിന് വേണ്ടി കർത്താവെ, ഈ പട്ടണത്തിൽ ഞങ്ങൾ ഇന്നൊരു ചെറിയ കൂട്ടമാണ്. എന്നാൽ കർത്താവെ, പട്ടണത്തെ രൂപാന്തരപ്പെടുത്തുവാൻ, ദേശങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, ഇതിന്റെ ഇടയിൽ നിന്ന് ചിലരെ എഴുന്നേറ്റ് വരുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഇടയാക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനവുമായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഈ പട്ടണത്തിൽ തന്നെയും അനേകം അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും ദൈവവചനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവര് എഴുന്നേൽക്കുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. യേശുവിൽ തോഴനെ കണ്ടേ എനിക്കെല്ലാം